ഓം അഗതീശ്വരായിരുന്നു. എല്ലാവർക്കും വണക്കം. നമുക്ക് ഭാഗ്യം വരാനായിട്ട് നാം ഏത് ദേവതയെ ഉപാസിക്കണം? ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഭാഗ്യം വരാൻ വേണ്ടിയിട്ട് ഉപാസിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട ദേവതയെ കണ്ടുപിടിക്കാൻ ഞാൻ വേറൊരു മെത്തഡാണ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഞാൻ മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട്, 9ാം ഭാവാധിപന്റെ ആധിപത്യ ദേവതയെ പ്രാർത്ഥിച്ചാൽ ഭാഗ്യം കിട്ടും. പക്ഷെ ഈ 9ാം ഭാവാധിപന്റെ ആധിപത്യം ഉള്ള ഗ്രഹം ശത്രു ക്ഷേത്രം നീചം അഷ്ടമ സ്ഥാനം ശത്രുസ്ഥാനം വ്യയസ്ഥാനത്തൊക്കെ പോയിക്കുകയാണെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഉയർന്ന പാവേ മീൻസ് ഹൈ ഡിഗ്രി. ആധിക്യമുള്ള ഭാഗയിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ദേവതയെ ആരാധിക്കുക. ആ ഹൈ ഡിഗ്രി എങ്ങനെ മനസ്സിലാക്കണം? വേറെ ഒന്നുമില്ല. ഫസ്റ്റ് തന്നെ ഞാനൊക്കെ ജ്യോതിഷം പഠിച്ചപ്പോൾ ആദ്യം തന്നെ ഗ്രഹസ്ഫുടങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പഠിക്കുന്നത്. സൂര്യ ചന്ദ്ര ചൊവ്വ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, 2, 4, 12 ഇങ്ങനെയൊക്കെ പറഞ്ഞ ഡിഗ്രികൾ. ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് രാശിചക്രം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന്റെ രാശിയിലാണ്. 4 ഭാഗ 12 കല. അപ്പൊ ഈ ഭാഗകല ഈ രാശി സ്ഥാനം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗകല, അതാണ് ഈ പാകൈ എന്ന് പറയുന്നത്. ഭാഗയാണ് തമിഴിൽ പാകൈ എന്ന് പറയും. ജൈമിനി മെത്തഡിൽ ഇതിനെ ആത്മകാരഗ്രഹം എന്നൊക്കെ പറയും. ഹൈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹത്തിന്റെ ടോട്ടൽ ഡിഗ്രി 30 ഡിഗ്രിയാണ് കൊടുക്കുക. കാരണം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹം എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു രാശിക്ക് ഹൈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. കാര്യം 360 ഡിഗ്രിയുള്ള നമ്മുടെ മണ്ഡലത്തെ, രാശി മണ്ഡലത്തെ 12ആയിട്ട് വിഭജിക്കുമ്പോൾ 30 ഡിഗ്രി വരും. അപ്പൊ ഒരു രാശിയിൽ 30 ഡിഗ്രി വരെ ഉള്ളൂ. അപ്പൊ ഒരു ഗ്രഹം ആ രാശിയിൽ എത്രാമത്തെ ഡിഗ്രിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഹൈ ഡിഗ്രിയിൽ നിൽക്കുന്ന ഗ്രഹം HD എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ആ ഹൈ ഡിഗ്രിയിൽ നിൽക്കുന്ന ഗ്രഹം നമുക്ക് ഗുണം ചെയ്യും. പക്ഷെ നമുക്ക് ആ ഗ്രഹത്തിന്റെ ഭാവക കാരകത്വ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 9ാം ഭാവാധിപൻ അനിഷ്ട സ്ഥാനത്താണെങ്കിൽ അതിന്റെ ദേവതയെ നിങ്ങൾക്ക് ഉപാസിക്കാൻ പറ്റില്ല. അപ്പൊ ഹൈ ഡിഗ്രിയിൽ നിൽക്കുന്ന ഗ്രഹം ഏതാണെന്ന് സെലക്ട് ചെയ്യാം. അത് സൂര്യനോ ചന്ദ്രനോ ചൊവ്വയോ ബുധനോ വ്യാഴനോ ശുക്രനോ ശനി രാഹു കേതുവോ ആയാൽ കൂടി കുഴപ്പമില്ല. രാഹു കേതുവിനെ സാധാരണക്കാരെ എടുക്കാറില്ല. ഈ സപ്തഗ്രഹങ്ങളിൽ ഏതാണെന്ന് നോക്കുക. സപ്തഗ്രഹങ്ങളിൽ അതായത് ശനി വരെയുള്ള ഗ്രഹങ്ങൾ ഉയർന്ന ഭാഗം ഇപ്പൊ ശരിക്കാണെങ്കിൽ ശനിയുടെ ആധിപത്യ ദേവതയായിട്ടുള്ള ശാസ്താവ്, ശാസ്ത്രൻ മുതലായ ദേവത, കുറെ ദേവതകളുണ്ട്. വീരഭദ്രൻ മുതലൊക്കെ ഉണ്ട്. കാര്യം ഓരോ രാശിയിൽ നിന്നാൽ ആ കണക്കുണ്ട്. കോമൺ ആയിട്ട് ഹോരയിൽ പറയുന്ന വചനം അനുസരിച്ച് പോലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഏതാണ് ഹൈ ഡിഗ്രി എന്ന് നോക്കി ആ ഹൈ ഡിഗ്രിയിൽ നിൽക്കുന്ന ഗ്രഹം 6, 8, 12 നീചം ശത്രുക്ഷേത്രത്തിൽ പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി അത് കേന്ദ്ര ത്രികോണങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് അതിന്റെ ആധിപത്യ ദേവതയെ ഉപാസന ചെയ്ത് കഴിഞ്ഞാൽ ഭാഗ്യം നിങ്ങൾക്ക് വളരെ അധികം പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ഇത് ജാതകത്തിലൊരു നോക്കണം. ഇന്നൊക്കെ എല്ലാവർക്കും